വിവാദലേഖനത്തിൽ ശശി തരൂരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. UDF കാലത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. വ്യവസായ മാറ്റം കൊണ്ടുവന്നത് UDF സർക്കാരാണെന്ന് കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നു. തരൂരിന്റെ പ്രസ്താവനയിലെ അതൃപ്തി മുന്നണിയിൽ പറയാനാണ് ലീഗിന്റെ തീരുമാനം. വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. പക്ഷേ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ അക്രമ സമരങ്ങളും ക്യാമ്പസ് ആക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ്, തിരുത്തുന്നത് നല്ലതാണ്. ആ തിരുത്തൽ സ്ഥായിയായിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ലീഗ് പതിവിന് വിരുദ്ധമായി ഇപ്പോൾ കോൺഗ്രസിലെ അകത്തെ വിഷയത്തിൽ വാർത്താസമ്മേളനത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നു. തരൂരുമായി ബന്ധപ്പെട്ട നേരിട്ട് വിമർശനമില്ല എങ്കിൽ കൂടി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വാർത്താസമ്മേളനമായിരുന്നു. ഒരു കാലത്ത് തരൂരിനെ ഉയർത്തിക്കാട്ടിയിരുന്നതാണ് ലീഗ് എന്ന ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ തരൂരിനെ തള്ളുകയാണോ മുസ്ലിം ലീഗ്? സ്മൃതി, പ്രത്യക്ഷമായി ശശി തരൂരിനെ PK കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം പോലും ശശി തരൂരിനുള്ള മറുപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശശി തരൂരിന്റെ പേരെടുത്ത് പറയാതെ തന്നെ നിരന്തരമായ ഒരു പരോക്ഷ വിമർശനത്തിന് തന്നെ ശശി തരൂരിനെ ഒരു ഘട്ടത്തിൽ ഇരയാക്കിയെന്ന് പറയേണ്ടി വരും. ഒരു കാലത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്കടക്കം ശശി തരൂരിനെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്തിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ പലസ്തീനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ശശി തരൂർ നടത്തിയ പ്രസ്താവനകളും തുടർന്നുണ്ട വിവാദങ്ങളും ശശി തരൂരിനെ ലീഗ് പൂർണ്ണമായും കൈവിട്ടു. എന്നാൽ നിലവിലൊരു ഘട്ടത്തിൽ ശശി തരൂരിന് നേരിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇല്ലെങ്കിൽ ശശി തരൂർ രാഷ്ട്രീയമാറ്റത്തിന് ആക്രമിക്കാൻ ലീഗ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ UDF സർക്കാർ കാലത്തൊക്കെ തന്നെ വ്യവസായ വകുപ്പ് നിയന്ത്രിച്ചിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. അത്തരമൊരു ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും വലിയ തോതിൽ ആ വികസനത്തിന് തടസ്സം നിന്നതും ഇടതുപക്ഷമായിരുന്നു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വികസനങ്ങളോട് സഹകരിക്കുന്ന നിലപാടാണ് UDF ഉള്ളത്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഇടതുപക്ഷം നിസ്സഹകരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും UDFിൻ്റെ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി എന്നുള്ളതും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചു. അതിനോടൊപ്പം UDFിൻ്റെ കാലത്ത് ഈ കിൻഫ്ര അടക്കം PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങളെയും എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് PK കുഞ്ഞാലിക്കുട്ടിയെ ഇന്ന് മലപ്പുറത്ത് നടത്തിയത്. സ്വാഭാവികമായും ശശി തരൂരിനുള്ള ഒരു മറുപടി ആയിരുന്നു ഇന്നത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താ സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും അത് ചെയ്യാനും കരുത്തുള്ള പാർട്ടിയാണ് ലീഗ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുകയും ചെയ്തു. സ്വാഭാവികമായും വരുന്ന മുന്നണി യോഗത്തിൽ ഈ കാര്യം ലീഗ് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഷ്കർ അലിയാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.